ശ്രീ ഗുരുഭ്യോ നമ. നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഹരിനാമകീർത്തനത്തിന്റെ 7-ാമത്തെ ശ്ലോകമാണ് ഇന്ന് നോക്കുന്നത്. 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, വസ്തുതത്വം തെളിഞ്ഞനുഭവിക്കാൻ ഇടയാകുന്നതുവരെ ജീവന് മായയുടെ പ്രവർത്തന പരിധിക്കുള്ളിൽ കഴിഞ്ഞുകൂടേണ്ടി വരും. മായാഭ്രമത്തിൽ കുടുങ്ങിക്കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താണ്? അതിൽ നിന്ന് പുറത്തു ചാടാനുള്ള എളുപ്പവഴി എന്താണ്? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് 7-ാമത്തെ ശ്ലോകത്തിൽ ആചാര്യൻ വിവരിക്കുന്നത്. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചുമുദകപ്പോളെ പോലെ ജനനാന്ത്യേന നിത്യഗതി എന്നാണ്. മായാമറ നീങ്ങാത്തിടത്തോളം മാതൃഗർഭത്തിൽ കുറെ കാലം കഴിച്ചുകൂട്ടിയിട്ട് ഭൂമിയിൽ വെള്ളത്തിലെ കുമിള പോലെ ജനിച്ചും മരിച്ചും സംസാരഗതി തുടരണം. പിന്നെയോ ത്വദ്ഭക്തിവർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമഃ എന്നാണ്. മരണവേളയിൽ മോക്ഷം ലഭിക്കുന്നതേയില്ല. അതുകൊണ്ട് എന്റെ മനസ്സിൽ അങ്ങയോടുള്ള ഭക്തി വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. അതിനായി സദാ അങ്ങയെ പ്രണമിക്കാൻ ഇടവരട്ടെ. അല്ലയോ നാരായണ, അങ്ങേക്ക് നമസ്കാരം എന്നാണ് 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോളെ പോലെ എന്നാണ്. അതായത് ജനിച്ചാൽ മരിക്കും എന്നത് അനിവാര്യതയാണ്. വെള്ളത്തിൽ തിരകളും കുമിളകളും ഉണ്ടായി മറയുന്നു. തിരകളും കുമിളകളും കേവല വെള്ളത്തിലെ രൂപഭേദങ്ങൾ മാത്രമാണ്. അറിവില്ലാത്ത ഒരു കുട്ടിക്ക് തിരകളും കുമിളകളും ജനിക്കുന്നു മരിക്കുന്നു എന്ന് തോന്നാം. എത്ര തിരകളും കുമിളകളും ഉണ്ടായി മറഞ്ഞാലും വെള്ളത്തിന്റെ അളവിനോ രൂപത്തിനോ മാറ്റമില്ലെന്നത് തീർച്ചയാണ്. ഇതുപോലെ പ്രപഞ്ചത്തിലെയും വസ്തുസ്ഥിതി ബോധ്യമുള്ള ആൾ ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും അശേഷം ഭ്രമിക്കുന്നില്ല. അല്പമാത്രം അറിയുന്ന ആൾ സദാ ജനന മരണ ഭ്രമണത്തിൽപ്പെട്ട് ഉഴലുന്നു. ഈ അജ്ഞാനികളുടെ കാര്യമാണ് ശ്രീശങ്കര ഭഗവത്പാദർ ഭജഗോവിന്ദത്തിൽ പറയുന്നത്. പുനരപി ജനനം പുനരപി മരണം പുനരപി ജനനീ ജഠരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വീണ്ടും ജനനം, വീണ്ടും മരണം, വീണ്ടും മാതൃഗർഭത്തിൽ ശയനം. സംസാരത്തിന്റെ ജീവിതത്തിന്റെ മറുകരയെത്തുക പ്രയാസമാണ്. ഭഗവാൻ തന്നെ കാരുണ്യപൂർവം രക്ഷിക്കേണ്ടിയിരിക്കുന്നു. അജ്ഞതയുടെ ഫലമായ ഈ ദുഃഖാനുഭവത്തെയാണ് ആചാര്യൻ ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ എന്ന് വിവരിച്ചിരിക്കുന്നത്. മനുഷ്യജന്മം സഫലമാകണമെങ്കിൽ ഞാൻ നിത്യമുക്തമായ ആത്മാവാണെന്നും ദേഹം എന്നത് ഒരു വസ്ത്രം എന്നതുപോലെ എനിക്ക് സ്വീകരിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാവുന്ന ഒരു ഉപകരണം മാത്രമാണെന്നും അറിഞ്ഞ് അനുഭവിക്കണം. ഭാഗവതത്തിൽ വിതുരർ ധൃതരാഷ്ട്രരോട് പറയുന്നു, ഗതസ്വാർത്ഥമിമം ദേഹം വിരക്തോ മുക്തിബന്ധന അവിജ്ഞാത ഗതിർ ജഹ്യാത് സവൈധീര ഉദാഹൃത എന്ന്. അതായത് ജീവൻ മുക്തി നേടി ദേഹത്തെ മൺകട്ട പോലെ വലിച്ചെറിയാൻ കഴിയുന്നവൻ ധീരൻ എന്നാണ് ഭാഗവതം പറയുന്നത്. അതായത് വസ്തുവിചാരം ചെയ്യാതെ ശാരീരിക സുഖഭോഗങ്ങളിലും ധനതൃഷ്ണയിലും കുടുംബ ഭരണത്തിലും മാത്രം കഴിച്ചുകൂട്ടുന്നവൻ മോഹാർത്തനാകുന്നു. ഇങ്ങനെയുള്ളവർക്ക് ഈ ജീവിതത്തിന്റെ അന്ത്യത്തിൽ പോലും നിത്യഗതി വരുന്നില്ല എന്നാണ്. ഇക്കാര്യമാണ് ജനനാന്ത്യേന നിത്യഗതി എന്ന ഭാഗത്തിൽ ആചാര്യൻ വെളിവാക്കിയിരിക്കുന്നത്. ശേഷം പറയുന്നു, ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ എന്നാണ്. ഗുരുമുഖത്തു നിന്നും വസ്തുബോധം ഗ്രഹിച്ച ശേഷം
ജഗദാശ്രയമായ സത്യവസ്തുവിൽ പരമപ്രേമം വന്നു ചേരുന്നതാണ് ഭക്തി. ഗുരുമുഖത്തു നിന്നും വസ്തുബോധം, ആത്മബോധം ഗ്രഹിച്ച ശേഷം ജഗദാശ്രയമായ സത്യവസ്തുവിൽ, ആ ആത്മാവിൽ പരമപ്രേമം വന്നു ചേരുന്നതാണ് ഭക്തി എന്ന് പറയുന്നത്. നിഷ്കളങ്ക ഭക്തി ലോകമോഹങ്ങളിൽ നിന്നും ചിത്തത്തെ, മനസ്സിനെ അകറ്റി ശുദ്ധീകരിക്കുന്നു. തുടർന്ന് ആത്മാവായി വർത്തിക്കുന്ന ജഗത് സത്യം ശുദ്ധ ചിത്തത്തിൽ വ്യക്തമായി പ്രകാശിക്കാൻ തുടങ്ങുന്നതോടെ സിദ്ധാന്തപരമായി അറിയപ്പെട്ടിരുന്ന വസ്തു ആത്മൻ അനുഭവ രൂപത്തിൽ പ്രകാശിക്കാൻ തുടങ്ങുന്നു. നിരന്തരമായി സത്യസ്വരൂപ സ്മൃതി അഭ്യസിച്ചാലേ ഭക്തിയും തത്വബോധവും കൈവരും. അതുകൊണ്ടാണ് ആചാര്യൻ ഭക്തി വർദ്ധിക്കണമെന്നും അതിനായി ഭഗവാനെ നിത്യം തൊഴാൻ ഇടവരണമെന്നും ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഭാരതീയ ദർശനങ്ങളുടെ ആകെ തുക എന്ന് പറയുന്നത് ആത്മാന്വേഷണമാണ്. ഈ ആത്മാന്വേഷണത്തിലൂടെ സാധനാ പദ്ധതികൾ അനുഷ്ഠിച്ച് ആത്മനിൽ എത്തിച്ചേരുക, ആ ആത്മനിൽ എത്തിച്ചേർന്ന ആനന്ദത്തിന്റെ പരകോടിയിൽ നിന്ന് വെളിപാടുകളുണ്ടായി വിളിച്ചു പറഞ്ഞ മഹാവാക്യങ്ങളാണ് തത്വമസി, അഹം ബ്രഹ്മാസ്മി എന്നിങ്ങനെയുള്ള മഹാവാക്യങ്ങൾ. അവയിലേക്ക് എത്തിച്ചേരുക, അതിനുള്ള സാധനാ പദ്ധതികൾ എന്താണ് എന്നുള്ളതാണ് ഹരിനാമ കീർത്തനത്തിൽ പറഞ്ഞു തരുന്നത്. അതുതന്നെയാണ് ഭാരതീയ ജീവിതത്തിന്റെ അടിത്തറയും ആകെത്തുകയും അടിപ്പടവും. ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചു മുദകപ്പോള പോലെ ജനനാന്ത്യേന നിത്യഗതി ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസി നിത്യം തൊഴായി വരിക നാരായണായ നമഃ.